അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1332 ഇറാനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായിട്ട് ഇറാന്റെ UN അംബാസിഡർ അമീർ സെയ്ദ് ഇറവാനി അറിയിക്കുന്നു. രാജ്യം മുഴുവനും 180-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 20-ലധികം സ്കൂളുകൾ തകർന്നതായിട്ടും ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ജനവാസ മേഖലകളെയും ബോധപൂർവം ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ആക്രമണം മാനവികതയ്ക്കെതിരായിട്ടുള്ള കടുത്ത കുറ്റമാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ടെഹ്റാനിലെയും മറ്റ് നഗരങ്ങളിലെയും കായിക വിനോദ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 18 വനിതാ കായിക താരങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല 13 ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമീർ സെയ്ദ് ഇറവാനി ചൂണ്ടിക്കാണിച്ചു. രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുക, നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുക, പരമാവധി നാശവും കഷ്ടപ്പാടും ഉണ്ടാക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യമെന്നും അംബാസിഡർ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അനുസരിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാൻ വിനിയോഗിക്കുമെന്നും സുരക്ഷാ കൗൺസിൽ അടിയന്തിരമായി ഇടപെടണമെന്നും ഇറവാനി ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഇറാൻ ഒരിക്കലും അതിന്റെ പരമാധികാരം ഉപേക്ഷിക്കില്ല എന്നും നമ്മുടെ ജനങ്ങളെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടാണ് പോയത്. ഇറാൻ എന്ന് പറയുന്ന പരമാധികാര രാഷ്ട്രം സ്വന്തം ജനതയെ ഏതാണ്ട് 2-3 വർഷങ്ങളായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല, ഭരണകൂട ഭീകരതയെ എതിർക്കാനും പറ്റില്ല. പെൺകുട്ടികളെയും അതുപോലെ യുവാക്കളെയും ചെറിയ കുഞ്ഞുങ്ങളെയും ഒക്കെ ഒരു കാരണവുമില്ലാതെ കൊന്നുകൊണ്ടിരുന്ന ഇബ്രാഹിം റൈസിയും ആയത്തുള്ള ഖൊമേനിയും അവസാനിച്ചു കഴിഞ്ഞു. ഇനിയും ആയത്തുള്ള അലി ഖൊമേനിയേക്കാൾ കിരാതനും ദുഷ്ടനും പ്രാകൃതനുമായിട്ടുള്ള മുജ്തബ ഖൊമേനി അധികാര കസേരയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇസ്രായേലിന്റെ പ്രസ്താവന വന്നു, തല ഞങ്ങൾ എടുക്കുമെന്ന്. ഉടനെ തന്നെ ഷാ പഹ്ലവിയുടെ മകൻ റസ പഹ്ലവി രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇറാനെയാണ് ഇനി ഇറാന് വേണ്ടത്. ഇറാൻ ജനത ആഗ്രഹിക്കുന്നത് ദുഷ്ടന്മാരും പ്രാകൃതന്മാരും സ്വന്തം ജനതയുടെ തലയെടുത്ത് ചോരപ്പുഴ ഒഴുക്കുന്നവരുമായിട്ടുള്ള ആളുകളെയല്ല. ചിലർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇറാനെ എതിർക്കുന്നത്? ഇറാൻ ഇന്ത്യയുടെ മിത്രമല്ലേ? അമേരിക്കയും ഇസ്രായേലും തെമ്മാടി രാഷ്ട്രങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ മുസ്ലിം വിരോധം ഈ വിഷയത്തിൽ ഈ യുദ്ധ സന്ദർഭത്തിലെങ്കിലും പുറത്തെടുക്കരുത് എന്ന് പറഞ്ഞ് പല മെയിലുകളും വാട്സാപ്പ് സന്ദേശങ്ങളും വരുന്നു. ഇറാനിലെ നിലവിലുള്ള നേതൃത്വത്തെ മാറ്റി അമേരിക്കയെയും ഇസ്രായേലിലെയും പ്രതിഷ്ഠിക്കാനാണോ നിങ്ങൾ നോക്കുന്നത് എന്നാണ് ചില ആളുകളുടെ മെസ്സേജുകൾ. ഇത് ഇന്ത്യ വിരുദ്ധമല്ലേ, ഇന്ത്യ ഇറാനെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു വിഭാഗം ആളുകൾ. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്നത്തെ ഇറാൻ ആരെയാ സപ്പോർട്ട് ചെയ്തത്? പാകിസ്ഥാനെയായിരുന്നു. ഇത്തരം ചരിത്രങ്ങളൊന്നും സ്വരാജന്മാർക്ക് അറിയില്ല. അവർക്ക് അധികാര കസേര മാത്രം മതി. ആ നേതൃത്വത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് ഇന്ത്യയെ തള്ളിപ്പറയുകയും അന്നത്തെ ഇറാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പഹൽഗാം, പുൽവാമ, മുംബൈ, ഇപ്പോ ഏറ്റവും ഒടുവിൽ ചെങ്കോട്ട സ്ഫോടനം, ഇതിനൊക്കെ ഇറാൻ ആർക്കനുകൂലമായിരുന്നു? ഇന്ത്യക്ക് എതിരായിരുന്നു എന്ന് എനിക്കറിയാം. അതേ നേതൃത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ഏത് നേതൃത്വത്തെ? ഇറാന്റെ നേതൃത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ഇറാന്റെ ഖൊമേനി ഭരണത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഖൊമേനിയും വിഭാഗവും ശ്രമിക്കുമ്പോൾ ഇസ്രായേലും നേതൃത്വവും ആ റസ പഹ്ലവിയുടെ നേതൃത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിലെന്താ തെറ്റ്? ഇറാൻ ജനത അവരോടൊപ്പമാണ് നിൽക്കുന്നത്. ഇസ്രായേലിനോടൊപ്പമാണ് ഇറാൻ ജനതയുടെ വികാരം നിൽക്കുന്നത്. ഇറാൻ സൈനികർ പോലും ഖൊമേനി ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് തലച്ചോറ് തന്നെ മതി. അതായത് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ കിടന്ന് മെഴുകുന്നത് കണ്ടിട്ടില്ലേ? അതെ, ചില സുഡാപ്പികൾക്കും ചില കമ്മികൾക്കും കൊങ്ങികൾക്കുമൊക്കെ ഏകാധിപതികളാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ. അവർ സ്വേച്ഛാധിപതികളാണ്, ഇന്ത്യ വിരുദ്ധരാണ്, അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരാണ് എന്നൊക്കെ ഇവർ പറയും. പക്ഷേ ജനുവരി 7-8 തീയതികളിൽ 36,000 ഇറാനികളെ കൊന്നൊടുക്കിയ, ചോരപ്പുഴ ഒഴുക്കിയ ഖൊമേനിയോട് ചോദ്യം ചെയ്യാൻ ഈ തെമ്മാടികളും ഈ ഗുണ്ടായിസം കാണിക്കുന്നവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലും അമേരിക്കയും മാത്രം. ഒരൊറ്റ അറബ് രാഷ്ട്രം അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടില്ല.
ഏതു മതവിശ്വാസിക്കും അന്തസ്സായിട്ട് അഭിമാനത്തോടെ പൗരബോധത്തോടുകൂടി അവരുടെ മനുഷ്യാവകാശങ്ങളും മതവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചും അംഗീകരിച്ചും ഫോളോ ചെയ്തും ജീവിക്കാൻ സാധിക്കുന്ന 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. എന്താ സംശയം? സ്ത്രീകൾക്ക് വേറെ നിയമം, പുരുഷന്മാർക്ക് വേറെ നിയമം, അഭയാർത്ഥികളായിട്ട് വന്നവർക്ക് വേറെ നിയമം ഇല്ല. ജനാധിപത്യ രാജ്യങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് ട്രംപിന്റെ താരിഫ് സുപ്രീം കോടതി ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ഇസ്രായേൽ പാർലമെന്റില് നെതന്യാഹുവിന് മാത്രമായിട്ടൊരു നിയമമില്ല. നെതന്യാഹുവിനെതിരെ, ട്രംപിനെതിരെ പ്രമേയം പോലും അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ജനാധിപത്യം അവിടെ അന്യം നിന്ന് പോകാത്തത് കൊണ്ടാണ്. എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം മതം അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും മതത്തിൽ നിന്നും അവർ വ്യതിചലിക്കുന്നു എന്ന് പറഞ്ഞ് നിഷ്ഠൂരമായി ഒരു കഷ്ണം തലമുടി കണ്ടു എന്നതിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഭരണകൂടത്തെ ഇവർ അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് മലയാളികളായ കമ്മി കുങ്ങി സുടുക്കള്. സ്ത്രീകൾ അവിടുത്തെ മനുഷ്യരേ അല്ല, വെറും പേറിയന്ത്രങ്ങൾ മാത്രം. ഇവരുടെ കാമദാഹം ശമിപ്പിക്കാനുള്ള, വെറും ഒരു വികാരം ശമിപ്പിക്കാനുള്ള ഒരു ഭോഗവസ്തു മാത്രമാണ് പെണ്ണ് ഇറാനില്. സ്ത്രീകളെ 2ാം തരം പൗരന്മാരായിട്ടാണ് അവര് കാണുന്നത്. സ്ത്രീകളുടെ പിന്നാലെ എപ്പോഴും കെട്ടിയോനോ തന്തയോ സഹോദരനോ മകനോ ഒക്കെ ഇങ്ങനെ നടന്നോണം. ഈ ഭരണകൂടത്തെ, ഈ ഏകാധിപതിയായിട്ടുള്ള കൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയും റഷ്യയും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഭരണാധികാരികളാൽ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളാണെന്ന് എത്ര പേർക്കറിയാം? ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? ചൈനയെ, റഷ്യയെ? മറ്റതൊക്കെ രാജഭരണമാണെന്നെങ്കിലും പറയാം. അമേരിക്കയ്ക്ക് കച്ചവട താല്പര്യങ്ങളുണ്ടാകും, അവരെക്കാൾ മറ്റുള്ളവർ വളരരുത് എന്ന സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാകും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിനെതിരാണ്. അപ്പോ നാളെ ട്രംപിനാണെങ്കിലും നെതന്യാഹുവിനെയാണെങ്കിലും ശരി, അവിടെയുള്ള ജനങ്ങൾക്ക് പറിച്ചെറിയാൻ പറ്റും ജനാധിപത്യമായതുകൊണ്ട്. അവരുടെ ഏത് ഭരണത്തെയും, ഏത് രൂപത്തിലുള്ള വ്യവസ്ഥകളെയും നിയമങ്ങളെയും നടപടികളെയും നിലപാടുകളെയും ചോദ്യം ചെയ്യാൻ ആ ജനതയ്ക്ക് സാധിക്കും. ഇറാന് പറ്റുമോ? ഒരു ചൈനക്കാരന് പറ്റുമോ? ഒരു റഷ്യക്കാരന് പറ്റുമോ? ഒരു സൗദി അറേബ്യക്കാരന് പറ്റുമോ? ഒരു UAE-കാരന് പറ്റുമോ? ഇന്ത്യയെ പോലെ തന്നെ നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്ന, കേരളത്തെ പോലെ പിണറായിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന, ഭരണകൂടങ്ങളെ നിശിതമായി വിമർശിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില പോരാളികൾ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്ന രൂപത്തിൽ ഇവിടെ പറ്റും. ഞാൻ ഈ പറഞ്ഞിടത്തൊക്കെ പറ്റുമോ? ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ഇറാനെ വാതോരാതെ പൊക്കുന്നു, ഏകാധിപതിയാണ് എന്ന് പറഞ്ഞിട്ട് നെതന്യാഹുവിനെയും ട്രംപിനെയും തെറി പറയുകയും ചെയ്യുന്നു. കൊമേനി ഏകാധിപതിയാണ് എന്നത് ഇവര് വിസ്മരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യക്ക് സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് പണം ചിലവഴിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് വിലപ്പെട്ട സൈനിക ജീവനുകൾ അപഹരിക്കപ്പെടുന്നത്? പാകിസ്ഥാനും ചൈനയും കാരണമാണ്. പാകിസ്ഥാന് നമ്മളോടുള്ള വൈരാഗ്യം എന്താ? മതവർഗീയതയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇറാനിലുമുണ്ടാ അത് തന്നെയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം എന്താ? അത് തന്നെയാണ്. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം എന്താ? അത് തന്നെയാണ്. ഇറാനിലെ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താ? മതമാണ്. പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് എന്താ? മതമാണ്. അഫ്ഗാനെ നിയന്ത്രിക്കുന്നത് എന്താ? മതമാണ്. ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് എന്താ? മതമാണ്. സിറിയയെ നിയന്ത്രിക്കുന്നത് എന്താ? മതമാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്കൂളും കോളേജും ആശുപത്രികളും ഒക്കെ ഉയരേണ്ടുന്ന സ്ഥലത്ത് ആ പണം ഉപയോഗിച്ച് അതിർത്തിയിൽ ഈ തീവ്രവാദത്തെ, ഈ ഭീകരവാദികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, നമുക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും വലിയ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം ആരാണെന്നറിയാമോ? മതതീവ്രവാദവും ഏകാധിപത്യ ഭരണകൂടവും 6-ാം നൂറ്റാണ്ടിലെ ഗോത്രീയ നിയമങ്ങളുമാണ്. പാകിസ്ഥാനിലെ പാവങ്ങളെ തീവ്രവാദികളാക്കുന്ന അതേ ആശയം. ഈ ആശയത്തിന്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു ശക്തിക്കുമൊപ്പം ഞാൻ നിൽക്കും. മത തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന ഏതൊരു പ്രസ്ഥാനത്തോടൊപ്പവും യോജിച്ചു പോകും. കാരണം ഈ ആക്രമണത്തില് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ കൊടുക്കേണ്ടത് തികച്ചും വിഷയാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇറാനിന്റെ തെരുവോരങ്ങളിൽ
തന്റെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ രക്തം ചിന്തിയ കൊമേനിയോട് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് നിലവിളികളോടുകൂടി രംഗത്തിറങ്ങിയ അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാർ, മാതാപിതാക്കൾ ഇന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. എന്തിനാണെന്ന് അറിയാമോ? തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു തെറ്റും ചെയ്യാതെ രക്തം ചിന്തുക മാത്രമല്ല ചെയ്തത്, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുമ്പ് അവരെ ബലാത്കാരം ചെയ്തിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നുണ്ടോ എന്ന് ഒളിച്ചു നിന്ന് ഒളിക്യാമറകളാൽ നോക്കിയ കൊമേനി, അതെ, അവന്റെ രക്തം 30 മിസൈലുകൾ ഇട്ടിട്ട് ഇസ്രയേൽ തീർത്തു എന്നറിയുമ്പോൾ നെതന്യാഹുവിന് പുഷ്പങ്ങളാണ് ഇവർ സമർപ്പിക്കുന്നത്. നെതന്യാഹുവിനെ ഇവർ ആനന്ദ കണ്ണീർ കൊണ്ട് മൂടുന്നു. ആ കൊമേനിയാണ് ആ ചത്തുകിടക്കുന്നത്. അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ രക്തം ചിന്തിയ, തൻ്റെ കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി പിച്ച് ചീന്തിയ ആ നരാധമന്റെ തലതെറിച്ചതിൽ ഇറാൻ ജനത സന്തോഷിക്കുമ്പോൾ ആ ജനതയുടെ സന്തോഷത്തെക്കാൾ വലുതല്ല കൊമേനിയുടെ തലതെറിച്ചു എന്ന് പറയുമ്പോൾ ഇവിടത്തെ മതയോളികൾ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നതും തെറി വിളിക്കുന്നതുമൊന്നും എനിക്ക് ആ പെൺകുഞ്ഞുങ്ങളുടെ നിലവിളികളേക്കാൾ വലുതല്ല ഒന്നും എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. നന്ദി.